ഹായ് ഓൾ, GM കൗണ്ടറാണ് എക്സ്പെരിമെൻറ്റ്. GM കൗണ്ടറിൽ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ബീറ്റ റേസ് ആൻഡ് ഗാമ റേസ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്തെന്ന് വെച്ചാൽ ടു ഡിറ്റർമൈൻ ദ ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്, മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് ഹാഫ് വാല്യൂ തിക്നെസ് ഓഫ് അലൂമിനിയം യൂസിങ് ബീറ്റ ആൻഡ് ഗാമ സോഴ്സസ്. ഫസ്റ്റ് നമുക്ക് തിയറി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ GM കൗണ്ടർ എന്താണെന്ന് പറയാം. എ GM കൗണ്ടർ കൺസിസ്റ്റ് ഓഫ് എ ഫൈൻ വയർ മൗണ്ടഡ് അലോൺ ദി ആക്സിസ് ഓഫ് എ cylindrical cathode made up of glass or metal with metallized inner coating and filled with suitable gas mixture. ഇപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിൻ്റെ സെൻറ്ററിലായിട്ടൊരു ടങ്സ്റ്റൺ വയറും കാണാം. ഈ ടങ്സ്റ്റൺ വയറാണ് ആനോഡ്. then ആ മെറ്റൽ കേസ് അല്ലെങ്കിൽ ആ ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിലിണ്ടറാണ് കാഥോഡ്. സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലും ഓരോ മൈക്ക വിൻഡോസ് ഉണ്ടാവും. ആ മൈക്ക വിൻഡോസ് വഴിയാണ് സിലിണ്ടറിനകത്തേക്ക് റേഡിയേഷൻസ് വരുന്നത്. അപ്പോൾ റേഡിയേഷൻ വരുമ്പോൾ സിലിണ്ടറിനകത്തുള്ള ഗ്യാസിനെ റേഡിയേഷൻ അയണൈസ് ചെയ്യും. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആർഗൺ, അതായത് ഇനേർട്ട് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ആർഗണും ഒരു ഈഥൈൽ ആൽക്കഹോളിൻ്റെ ആർഗണിൻ്റെയും ഈഥൈൽ ആൽക്കഹോളിൻ്റെയും മിക്സ്ചറൊക്കെയാണ് യൂഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അയണൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എല്ലാം ആനോഡിലേക്കും പോസിറ്റീവ് അയോൺസ് മെറ്റൽ കേസിൻ്റെ സൈഡിലേക്കും മൂവ് ചെയ്യും. അങ്ങനെ ആനോഡിൽ ഇലക്ട്രോണിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. അത് കാരണത്താൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ കറണ്ടിനെ മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പാർട്ടിക്കിളിൻ്റെ കൗണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്ന ഈ ഇലക്ട്രോൺ കറണ്ട് നമ്മൾ ഔട്ടർ സർക്യൂട്ടിലേക്ക് എടുക്കും. ആ സർക്യൂട്ടിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് RL കാണാം. അതിന് പാരലലായിട്ടൊരു വാക്വം ട്യൂബ് ആംപ്ലിഫയറും കാണാം. അപ്പം ഈ RL ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം കുറച്ചുകൂടി ഈസി പാത്ത് ആയിട്ടുള്ള വാക്വം ട്യൂബിലൂടെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പം അതൊരു ഡിജിറ്റൽ കൗണ്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ നമ്മുടെ റേഡിയേഷൻ്റെ കൗണ്ട് ആ ഡിജിറ്റൽ കൗണ്ടർ വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ ഈ GM കൗണ്ടറിന് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട വോൾട്ടേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതാണ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദി GM കൗണ്ടർ. GM കൗണ്ടറിൽ നമ്മൾ ചെറിയ വോൾട്ടേജ് കൊടുത്താലൊന്നും ആ GM കൗണ്ടർ വർക്കാവില്ല. ആ ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വോൾട്ടേജ്, അതായത് ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനൊന്നും കൗണ്ട് മെഷർ ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്ന സമയത്താണ് കൗണ്ട് കൂടുന്നത്. അതായത് ആ കൗണ്ട് കൂടുന്ന ആ ഒരു പെർട്ടിക്കുലർ മിനിമം വോൾട്ടേജിന് പറയുന്ന പേരാണ് ത്രഷോൾഡ് വോൾട്ടേജ്. അപ്പോൾ ഈ ത്രഷോൾഡ് വോൾട്ടേജ് മുതൽ ആ V1 വോൾട്ടേജ് വരെയുള്ള റീജിയൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ കൗണ്ട് പെർ മിനിറ്റും വോൾട്ടേജും പ്രൊപ്പോർഷണലാണ്. ഈ റീജിയനെ നമ്മൾ പ്രൊപ്പോർഷണൽ റീജിയൻ എന്ന് പറയും. ദെൻ V1 എടുത്തിക്കഴിഞ്ഞാൽ V1 മുതൽ V2 വരെ ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് കൗണ്ടാണ് കാണുന്നത്. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചും ഒരു കോൺസ്റ്റൻറ്റ് കൗണ്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. ഈ റീജിയൻ നമ്മൾ പ്ലേറ്റ്യൂ റീജിയൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റീജിയൻ പറയും. ഈ ഒരു റീജിയനിലാണ് നമ്മുടെ GM കൗണ്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ് ടു V2 എന്ന വോൾട്ടേജ് വരെ. ദെൻ V2 എത്തിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അതായത് ചെറിയൊരു വോൾട്ടേജ് കൂട്ടുമ്പോഴേക്കും കൗണ്ടിൻ്റെ മെഷർമെൻറ്റ് ഒരുപാട് കൗണ്ട് വരും. ഇതിന് നമ്മൾ പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ചാർജ് റീജിയൻ എന്നാണ് പറയുന്നത്. ദെൻ കറസ്പോണ്ടിങ് V2 എന്ന വോൾട്ടേജിനെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നും പറയും. അപ്പം നമ്മുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ V1 V2 രണ്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, അതിൻ്റെ ആവറേജ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. ദെൻ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് V is equal to V1 plus V2/2. അങ്ങനെ ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കിട്ടും.
ദെൻ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആൻഡ് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് അലൂമിനിയമാണ്. അതായത് ഒരു റേഡിയേഷനും ഒരു മെറ്റീരിയലിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ മെറ്റീരിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്തതിൻ്റെ ബാക്കി മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. അപ്പം അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അലൂമിനിയം ഫോയിൽ എത്രത്തോളം റേസിനെ ഗാമ റേ ആവട്ടെ ബീറ്റ റേ ആവട്ടെ അതിനെ എത്രത്തോളം അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു മെഷറാണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റും മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റും. Okay, then the intensity of rays coming out of a material of thickness of x is given by I is equal to I0 exponential minus mu x. അതായത് ഒരു I0 എന്ന ഇൻറ്റൻസിറ്റി ഉള്ളൊരു റേ എക്സ് തിക്നെസ് ഉള്ള ഒരു ഫോയിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ദെൻ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ് I is equal to I0 exponential minus mu x. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എക്സ്പോണൻഷ്യൽ മൈനസ് mu x ആണ്. അതായത് അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ഇൻറ്റൻസിറ്റി കുറയും. ഇനീഷ്യൽ ഇൻറ്റൻസിറ്റിയേക്കാളും ഫൈനൽ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. ദെൻ അതിൻ്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ log I is equal to log I0 minus mu x. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലോഗ് y ആക്സിസിലും എക്സ് അതായത് തിക്നെസ് ഓഫ് ദി ഫോയിൽ എക്സ് ആക്സിസിലും എടുത്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. അതായത് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് മ്യൂ ആയിരിക്കും. എന്നാൽ ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റിനേക്കാളും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ, അതായത് മ്യൂ ബൈ റോ. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പോണൻഷ്യൽ മൈനസ് മ്യൂ എക്സിനെ എക്സ്പോണൻഷ്യൽ മൈനസ് മ്യൂ ബൈ റോ ഇൻറ്റു റോ എക്സ് എന്ന് എഴുതി ദെൻ ലോഗ് എടുത്തു കഴിഞ്ഞാൽ log I is equal to log I0 മൈനസ് മ്യൂ ബൈ റോ ഇൻറ്റു റോ എക്സ് എന്ന് കിട്ടും. ദെൻ നമ്മൾ log Iയും റോ എക്സും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ അത് മ്യൂ ബൈ റോ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ നമുക്ക് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് അലൂമിനിയം കാണാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്നത് ബീറ്റ റേയും ഗാമ റേയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഗാമ റേ എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതിന് നല്ല പെനട്രേഷൻ പവറാണ്. അതുകൊണ്ട് തന്നെ ബീറ്റ റേനേക്കാളും ചെറിയ അളവിൽ മാത്രമേ ഗാമ റേനെ അബ്സോർബ് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ബീറ്റയേക്കാളും കുറവായിരിക്കണം. ദെൻ ഈ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എത്രത്തോളം ഒരു റേനെ ഒരു മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ്. ദെൻ നമുക്ക് മൂന്നാമതായിട്ട് കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഹാഫ് തിക്നെസ് ആണ്. ഹാഫ് തിക്നെസ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഒരു I എന്നുള്ള ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഹാഫ് ആവുന്നതിന് ആവശ്യമായ അബ്സോർബറിൻ്റെ തിക്നെസ് ആണ് ഹാഫ് തിക്നെസ്. ദെൻ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി I ആണെങ്കിൽ അത് ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ അത് I0/2 ആവുന്നതിന് ആവശ്യമായിട്ടുള്ള തിക്നെസ് ഓഫ് ദി മെറ്റീരിയലാണ് ഹാഫ് തിക്നെസ്. ദെൻ I0 എന്നുള്ള ഒരു ഇൻറ്റൻസിറ്റി ഉള്ള ഒരു മെറ്റീരിയലിലൂടെ കടന്നു പോകുന്നു. അത് I0/2 ആവുകയാണെങ്കിൽ അപ്പോൾ ഉള്ള അതിനാവശ്യമായ തിക്നെസ്സാണ് എക്സ് ഹാഫ്. ദെൻ നമ്മൾ ആ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ I0/2 is equal to I0 exponential minus mu x half. എക്സ് ഹാഫ് എന്ന് വെച്ചാൽ ഹാഫ് തിക്നെസ് ആണ്. ലോഗ് എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ log 2 is equal to mu x half എന്ന് കിട്ടും. ദെൻ അതിൽ നിന്ന് എക്സ് ഹാഫ് നോക്കിയാൽ എക്സ് ഹാഫ് is equal to 0.693/mu എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എക്സ് ഹാഫ് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കാം. ആ ഫിഗറിൽ കാണുന്നതാണ് GM കൗണ്ടിങ് സിസ്റ്റം. ആ GM കൗണ്ടിങ് സിസ്റ്റം ആദ്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക, പവർ ഓൺ ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു സ്റ്റാക്ക് കാണാം. ആ സ്റ്റാക്കിലാണ് നമ്മൾ നമ്മുടെ സ്പെസിമെൻ വെക്കുന്നത്. അപ്പോൾ ആ സ്പെസിമെൻ വെച്ചതിന് ശേഷം ഈ കൗണ്ടറിലൊരു നമുക്ക് ഒരു 6 സ്വിച്ച് കാണാം. അതിൽ സ്റ്റോർ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, പ്രോഗ്രാം. ഇതിൽ പ്രോഗ്രാമിൽ പോയിട്ട് അതിൻ്റെ ആ കൗണ്ടിങ് ടൈം എത്രയാണെന്ന് സെറ്റ് ചെയ്യുക.
ശേഷം അത് നമ്മൾ സ്റ്റോർ ചെയ്യുക. ദെൻ ആ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്താൽ ആ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ 1-2 ട്രയലുകൾ എടുത്തിട്ട് ആ കൗണ്ടിങ് ഇങ്ങനെ മെഷർ ചെയ്യണം. അതാണ് നമ്മുടെ പ്രൊസീജിയർ. എന്നാൽ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദി GM കൗണ്ടർ കാണണം. അതിനു വേണ്ടി നമ്മളൊരു ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമ്മുടെ സോയ്സ് വെക്കുക. സോയ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ട്രയൽ എടുക്കുക. ഓരോ ട്രയൽ എടുത്തിട്ട് നമ്മുടെ GM കൗണ്ടിങ് സിസ്റ്റത്തിൽ ഒരു നോബ് കാണാം. അത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരോ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കൗണ്ട് എടുക്കുക. അപ്പോൾ ഇനീഷ്യലായിട്ട് നമുക്ക് കൗണ്ട് ഒന്നും കിട്ടില്ല. അറ്റ് ത്രഷോൾഡ് വോൾട്ടേജ് എടുത്തിയാൽ നമുക്ക് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അതൊരു V1 എന്നുള്ള നമ്മുടെ വോൾട്ടേജ് വരെ ആ കൗണ്ടിങ് ആണ് ഇൻക്രീസ് ചെയ്യും. V1 മുതൽ V2 റീജിയനിൽ കോൺസ്റ്റൻറ്റ് കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഓരോ വോൾട്ടേജും നമ്മൾ 1-2 ട്രയൽസ് എടുത്തിട്ട് അതിൻ്റെ മീൻ എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആവശ്യത്തിന് കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ രണ്ടാമത്തത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് കാണാനാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ വെച്ചിട്ടുള്ള അതേ ലെവൽ സ്റ്റാക്ക് തന്നെ നമ്മുടെ സോയ്സ് വെക്കുക. അതിനൊരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഫോയിലും വെക്കുക. ഫോയിൽ വെച്ചിട്ട് ഫോയിൽ എന്ന് വെച്ചാൽ നമുക്ക് തിക്നെസ് മാറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോയിലായിരിക്കും. അതിൽ തിക്നെസ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഓരോ തിക്നെസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ട് മെഷർ ചെയ്യുക. കൗണ്ട് മെഷർ ചെയ്തതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും കൗണ്ട് കുറവായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അലൂമിനിയം ഫോയിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അങ്ങനെ എക്സ് ഇൻറ്റു എക്സ് റോയും ഈ നാച്ചുറൽ ലോഗരിതം ഓഫ് ദി ഇൻറ്റൻസിറ്റിയും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പായിരിക്കും μ/ρ. അപ്പോൾ നമുക്ക് μ/ρ എന്ന് വെച്ചാൽ മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് കിട്ടും. ദെൻ μ/ρ ഇൻറ്റു റോ ചെയ്ത് കഴിഞ്ഞാൽ ലീനിയർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് കിട്ടും. ദെൻ മ്യൂ കിട്ടിക്കഴിഞ്ഞാൽ x(= 0.693/μ ചെയ്താൽ ഹാഫ് തിക്നെസ് ഓഫ് ദി അലൂമിനിയം കിട്ടും. നാച്ചുറൽ ലോഗ് ഓഫ് ദി ഇൻറ്റൻസിറ്റിയും എക്സ് റോയും തമ്മിലൊരു ഗ്രാഫ് വരച്ചാലും ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫാണ് കിട്ടുക. കാരണം എന്താണ്, തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ദി ഔട്ട്കമ്മിങ് റേ കുറയാണ്. അതായത് അബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. തിക്നെസ് കൂടുന്നതിനനുസരിച്ച് അബ്സോർപ്ഷൻ കൂടുകയാണ്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി കുറയും. അപ്പം നമുക്ക് ഫിഗറിൽ കാണുന്നത് പോലുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. ആ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് എടുത്താൽ മ്യൂ കിട്ടും. ദെൻ ഗാമാ റേയുടെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ബീറ്റാ റേനേക്കാളും കുറവായിരിക്കും. കാരണം ഗാമാ റേക്ക് അബ്സോർപ്ഷൻ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. നല്ല പെനട്രേഷൻ പവർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് മറ്റൊരു രീതിയിലൂടെ ചെയ്യാൻ പറ്റും. അതായത് ഈ ലോഗ് ഐയും എക്സും തമ്മിൽ അതായത് തിക്നെസ്സും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ അതിൽ നമ്മൾ ആ ഇൻറ്റൻസിറ്റി ഹാഫ് ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ് കിട്ടും. അതായത് x(half) കിട്ടും. ആ x(half) ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മ്യൂ കാണാൻ പറ്റും. x(half) മ്യൂ = 0.693/μ എന്നുള്ള ഫോർമുല വെച്ച് x(half) കാണാം. ദെൻ ആ x(half) ഉപയോഗിച്ചുകൊണ്ട് മ്യൂ = 0.693/x(half) എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മ്യൂ കാണാം. ദെൻ ആ മ്യൂ ഉപയോഗിച്ച് μ/ρ കണ്ടാൽ മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റും കിട്ടും. ഇത്രയാണ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, താങ്ക് യു.